ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇന്നലെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കൂടി ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു വാർത്തയാണ് BJP MLA വി മുരളീധരൻ കാട്ടിയത് കാടത്തമാണ്. അന്നേരം സ്വാഭാവികമായിട്ട് ആദ്യം ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു, അയ്യോ അതെന്താ, അതായത് ഈ MLA വി മുരളീധരന് ആ കുഞ്ഞുങ്ങളുടെ കയ്യിൽ മുട്ടായി എടുത്തു കൊടുത്താൽ എന്താ, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എടുത്തു കൊടുക്കാൻ കൊണ്ട്, അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ കേരളത്തിലത്തെ സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്ന വാർത്ത. ഞാൻ വി മുരളീധരൻ ജിയുടെ ഫേസ്ബുക്കിൽ കയറി അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു. കട്ടേല സ്കൂളിലെ കുഞ്ഞു കുട്ടികളുടെ പ്രവേശനത്തോടനുബന്ധിച്ചിട്ട് നടന്ന ഒരു വെൽക്കം പരിപാടിയായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട്, ആ മുഴുവൻ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു അതൊരു എന്താ പറയാ ജാതീയമായ തരംതിരിവാണ്, ആദിവാസി കുഞ്ഞുങ്ങളാണ് അവിടെ കൂടുതലായിട്ടും പഠിക്കുന്നത്, അതുകൊണ്ട് സവർണ ഫാസിസ്റ്റ് മെന്റാലിറ്റിയുള്ള വി മുരളീധരൻ വന്നിട്ട് മുട്ടായി കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്തു എന്നൊക്കെ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പറയുന്നു? കുറച്ചൊരു മര്യാദയൊക്കെ വേണ്ടടേ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. അദ്ദേഹം ആ കുഞ്ഞുങ്ങളോട് എത്ര സ്നേഹത്തോടെയാണ് ഇടപഴകിയിരിക്കുന്നത് അല്ലെ? അവാർഡ് കൊടുക്കുമ്പോൾ, ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴും, ഓരോ കുഞ്ഞുങ്ങളെയും ഹസ്തദാനം നൽകി സ്വീകരിക്കുമ്പോഴൊക്കെ അദ്ദേഹം ആ കുഞ്ഞുങ്ങളോട് എത്ര സ്നേഹത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത്. സത്യത്തിൽ അദ്ദേഹം ആ മുട്ടായി ഇട്ട് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നു. ഭയങ്കര തൊലിക്കെട്ട് തന്നെയാണ് കേട്ടോ ഈ കമ്മ്യൂണിസ്റ്റുകൾക്കും അതുപോലെ തന്നെ സൂഡാപ്പികൾക്കൊക്കെ. ഏറ്റവും കൂടുതൽ ഇതിനെതിരെ പൊട്ടിക്കഴിയുന്നത് സൂഡാപ്പികളാണ്. മധു ആരാണ്? വയറ് നിറക്കാൻ വേണ്ടിയിട്ട് അല്പം ഭക്ഷണം കട്ടെടുത്തു എന്ന കാരണം പറഞ്ഞുകൊണ്ട് തല്ലിക്കൊന്നത് ആരാണ്? മധുവിനെ. അതിലത്തെ പ്രതികൾ ആരാണ്? അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്ത് തൂക്കിക്കൊന്നത് ആരാണ്? അവരുടെയൊക്കെ പാർട്ടി ഏതാണ്? മതം ഏതാണ്? നിങ്ങളിപ്പോ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഈ MLA വി മുരളീധരനെ ഇത്രയധികം പോഷിക്കുമ്പോഴും നിങ്ങൾ ചെയ്തതൊക്കെ ശരിയാണോ? SFI പറയുന്നുണ്ടായിരുന്നു ഇവിടെ ജാതി വ്യവസ്ഥ വീണ്ടും തിരിച്ചു വരുന്നു, കുഞ്ഞുങ്ങളെ തരംതിരിക്കുന്നൊക്കെ. നിങ്ങളുടെ SFI നേതാവാണ് പറഞ്ഞത്, ജാതി വിളിച്ചു പറഞ്ഞിട്ട് തന്തയില്ലാത്ത കൊച്ചിനുണ്ടാക്കി തന്നെ ആ പെൺകുട്ടിയുടെ മാറിൽ പിടിച്ചുകൊണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് നിങ്ങളത്. ആ നിങ്ങളാണ് മുട്ടായി ഡെസ്കിന്റെ മുകളിൽ ഇട്ടുകൊടുത്തു പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്നത്. ഈ പണ്ടൊരു പഴഞ്ചിലുണ്ട്, മുട്ടിലെ പോയാൽ തോളിലെ പോയാനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ കളിയാക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ പറഞ്ഞത് ഇതൊക്കെ കണ്ടുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ തമ്മിലടിപ്പിക്കുകയും, ജാതിയുടെ മാത്രമല്ല മതത്തിന്റെ പേരിലായിരുന്നു തമ്മിലടിപ്പിക്കുകയും ചോര കുടിക്കുകയും ചെയ്ത CPM-കാരാണ്, ഇടതുപക്ഷമാണ്. നിങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയാണ്ട് പറ്റും നിങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റുകാരിൽ ജാതീയത ഇല്ല എന്ന് പറയാണ്ട് പറ്റുമോ? നിങ്ങളുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും സവർണ അവർണ തരംതിരിവുണ്ട്. നിങ്ങൾ ഇനി എത്രയൊക്കെ പറഞ്ഞാലും അത് നിങ്ങളുടെ ഈ നേതാക്കന്മാരുടെ പട്ടിക അല്ലെങ്കിൽ PBയിലത്തെ പട്ടികയൊക്കെ എടുത്തു നോക്കിയാൽ മതി നിങ്ങളുടെ ഈ സവർണ അവർണ തരംതിരിവിന്റെ ആഴം കാണാൻ വേണ്ടി. സ്വാഭാവികമായിട്ട് നിങ്ങൾ പണ്ടേ പറയുന്ന വാക്കാണ് സംഘപരിവാർ സവർണ ഫാസിസ്റ്റ് പാർട്ടിയാണ്, അല്ലെ ഭാരതീയ ജനതാ പാർട്ടി സവർണ ഫാസിസ്റ്റ് പാർട്ടിയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ ഉയർന്ന ജാതിക്കാർ വരാൻ കാരണം കമ്മ്യൂണിസ്റ്റുകാരാണ്. കാരണം അവർ ഈ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ മെജോറിറ്റി പാർട്ടിയുള്ളത് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റുകാര് എപ്പോഴും എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് സവർണ വർഗത്തിനെതിരെയാണ്. അവരൊരു രക്ഷപ്പെടൽ അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം വേണം എന്ന ആഗ്രഹത്തോടെ ആയിരിക്കാം ചിലപ്പോൾ ഇവരെല്ലാരും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നത്. എന്നാൽ ഇന്ന് കഥ മാറി. ഇന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് OBCയിൽപ്പെട്ട ഒരാളാണ്. നിങ്ങൾ പറഞ്ഞില്ല വി മുരളീധരൻ സവർണ ഫാസിസ്റ്റ് മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് മുട്ടായി കുഞ്ഞുങ്ങൾക്ക് ഇട്ടുകൊടുത്തതെന്ന്. നിങ്ങളെന്താ വിചാരിക്കുന്നത്? ഈ വി മുരളീധരൻ ഫോർവേഡ് കാസ്റ്റ് ആണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അദ്ദേഹം ഈഴവനാണ്, OBC-യാണ്. പണ്ട് ഈ ജാതീയത നിലനിന്നിരുന്ന കാലത്ത്, അയിത്തമുള്ള കാലത്ത്, അയിത്തം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ വി മുരളീധരനായാലും ദളിതനായാലും ഇവരെല്ലാരും അനുഭവിച്ചത് ഒരേ രീതിയിലാണ്. ഈ ഉയർന്ന ജാതിക്കാർക്ക് താഴ്ന്ന ജാതിക്കാര് തൊട്ടുകൂടായ്മ, കണ്ടുകൂടായ്മ, മിണ്ടിക്കൂടായ്മ ഒക്കെ അന്ന് ഈ OBCയിൽപ്പെട്ടവരും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ കാലങ്ങൾ മാറിയില്ലേ? ഇനിയെങ്കിലും ഈ ജാതിയുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാണ്ടിരുന്നൂടെ? സൂഡാപ്പികൾ പറയുന്നുണ്ട് ഭയങ്കര ജാതീയപരമായിട്ട് സവർണ ഫാസിസ്റ്റ് മെന്റാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഘോരം എന്താ പറയാ
പ്രസംഗിക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ. നിങ്ങൾ പറ, ഈ മുസ്ലിങ്ങളിൽ തന്നെ മുടി വെട്ടുന്നവനെ ഇറച്ചി വെട്ടുന്നവനെ കണ്ടുകൂടാ, ഇറച്ചി വെട്ടുന്നവന് പുരോഹിതന്മാർക്ക് കണ്ടുകൂടാ, അവർ പരസ്പരം കല്യാണം കഴിക്കില്ല. ഞാൻ ഈ ജാതിയുടെ, അതായത് മുസ്ലിങ്ങളിൽ എത്ര ജാതി എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിചാരിക്കുന്നത് ഈ ഹിന്ദുക്കളിൽ മാത്രമാണ് ജാതീയത, ഹിന്ദുക്കളിൽ മാത്രമാണ് ഈ തരംതിരിവ്, ഹിന്ദുക്കളിൽ മാത്രമാണ് ഈ വിഭാഗീയത എന്നൊക്കെ ചിന്തിക്കുക. അങ്ങനെയല്ല, എല്ലാ മതത്തിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. വി മുരളീധരൻ ഈ മുട്ടായി കൊടുത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് അവിടെ മന്ത്രിമാരും അതുപോലെ തന്നെ MLA മാരും മറ്റ് ആൾക്കാരൊക്കെ അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹം തന്നെയാണ് ഈ മുട്ടായി കൊണ്ടുവന്നത്, ഇദ്ദേഹം തന്നെയാണ് മുട്ടായി കൊടുക്കുന്നത്. അപ്പൊ അവരെ അത്രയും വെയിറ്റ് ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് ഈ കുട്ടികൾക്ക് ഒന്നിച്ചങ്ങ് തട്ടിക്കൊടുക്കുകയായിരുന്നു എന്ന് പറയുന്നത്. എന്താ പറയാ, ഈ പണം കൊടുത്തിട്ട് ഭ്രാന്ത് വാങ്ങുകയെന്ന്. അതാണ് ഇപ്പൊ വി മുരളീധരൻ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് അദ്ദേഹം കുട്ടികൾക്ക് മുട്ടായി എടുത്തു കൊടുത്തില്ല എന്നുള്ളത്. ഈ വി മുരളീധരന് ചെയ്യാണ്ട് പറ്റുന്നത് മന്ത്രിമാരെ അവിടെ വെയിറ്റ് ചെയ്യുന്നിട്ട് ചെയ്യട്ടെ, കുഞ്ഞുങ്ങൾക്ക് ആ മുട്ടായി എടുത്തു കൊടുക്കാം എന്ന തരത്തിൽ ചിന്തിക്കാമായിരുന്നു. കവറിലെ മുട്ടായി ഓരോ കുട്ടികൾക്ക് എടുത്തു കൊടുത്തിട്ട് പോയാൽ മതിയായിരുന്നു. അപ്പോഴും അദ്ദേഹം ഉയർന്നു തന്നെ നിൽക്കും. കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ആ സമയം ചെലവഴിച്ചത്. മന്ത്രിമാരെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടെങ്കിലും. പക്ഷെ ഇദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകുക മുട്ടായി ഇങ്ങനെ തട്ടിക്കൊടുത്തെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാവരും എടുത്തുകൊള്ളും, എന്നാൽ മന്ത്രിമാരുടെ വിലപ്പെട്ട സമയം വെറുതെ കളയണ്ട എന്നും ചിന്തിച്ചു കാണും. പക്ഷെ അതിന് പിന്നിൽ ഇത്രയും വലിയൊരു ആരോപണം അദ്ദേഹത്തിന്റെ തലയിലേക്ക് വന്നു വീഴുമെന്ന് അദ്ദേഹം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ തന്നെ പറ, ഈ വീഡിയോ കാണുമ്പോൾ അദ്ദേഹം ഈ ഫാസിസ്റ്റ് മെന്റാലിറ്റി അല്ലെങ്കിൽ ഈ സവർണ മെന്റാലിറ്റിയും കൊണ്ട് വന്നിട്ടാണ് ഈ ഒരു കട്ടേല സ്കൂളിൽ ഈ പ്രവേശന പരിപാടിയിൽ പങ്കെടുത്തെന്ന് തോന്നുന്നുണ്ടോ? വെറുതെ ഇങ്ങനെ ഒരു ആരോപണമൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിൽ ഇങ്ങനെ മനോവിഷമം കുത്തിവെക്കുക എന്നുള്ളത് ചില ആൾക്കാരുടെ ജന്മനുള്ള സ്വഭാവമാണ്. നിങ്ങൾക്ക് വിഷമമുണ്ട്, ശിവൻകുട്ടിക്കൊക്കെ നല്ല വിഷമമുണ്ട്. കാരണം BJPയെ ഇരട്ട താഴിട്ട് പൂട്ടും, മണിച്ചിത്ര താഴിട്ട് പൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ. അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് അയ്യപ്പൻ ഇതിന് ശിക്ഷ കൊടുക്കും, മഹാകാളി ശിക്ഷ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം തോറ്റുകുന്നം പാടിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ സ്വാഭാവികമായിട്ട് വി മുരളീധരനോടും അതുപോലെ തന്നെ ജയിച്ച BJP നേതാക്കളോടും എല്ലാവരോടും നല്ല ഒന്നാം തരം അസൂയാണ്. കാരണം ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കില്ല എന്നൊക്കെ പിണറായി വിജയൻ രാവും പകലും ഇങ്ങനെ എന്താ പറയാ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് BJPക്ക് 3 സീറ്റ് കിട്ടുന്നത്. പിന്നെ വിഷമിക്കാതെ തരൂലല്ലോ അല്ലെ. എന്തായാലും വളരെ മോശമായിപ്പോയി. ഒരു നല്ലൊരു വ്യക്തിയെ BJP MLA വി മുരളീധരന്റെ കുഞ്ഞുങ്ങളുടെ പേരിൽ, ജാതിയുടെ പേരിൽ ഇങ്ങനെ ക്രൂശിക്കുന്നത് വളരെ മോശമാണ്. പിന്നെ സ്കൂളിൽ വന്ന കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ ആ മുട്ടായി സ്വീകരിച്ച കുഞ്ഞുങ്ങൾക്കൊന്നും ജാതീയത എന്ന് പറഞ്ഞ എന്താണെന്നും കൂടി അറിയില്ല. അതിനിടയിൽ നിങ്ങൾ എന്തിനാ വെറുതെ ആരും ചിന്തിക്കാത്ത ഒരു ജാതീയത നടത്തുന്നത്? അങ്ങനെ ദളിത് വിഭാഗം ഭൂരിഭാഗം പഠിക്കുന്ന ഒരു സ്കൂൾ എന്നൊക്കെ എന്തിനാണ് ആ സ്കൂളിനെ വേർതിരിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നാളെ നമ്മുടെ സമൂഹത്തിൽ പഠിച്ചു വളർന്ന് വലിയവരാകേണ്ടവരാണ് അവര് എന്തിനാണ് ജാതിയുടെ പേരും പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ നിന്നും തരംതിരിക്കുന്നത്? അവര് വളരട്ടെ, നമ്മുടെ പൊതുസമൂഹത്തില് ജനങ്ങളായി തന്നെ അവരും വളരട്ടെ. നിങ്ങളൊക്കെ പറയുന്നത് രാഷ്ട്രീയ ലാഭം കണ്ടുകൊണ്ടാണ്. പക്ഷെ ഈ കുഞ്ഞുങ്ങൾക്കിടയിലേക്ക് പോകുന്നത് രാഷ്ട്രീയ ലാഭമല്ല, സാമൂഹ്യ അപമാനമാണ് നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ പ്രധാനമായും BJPയുടെ നേതാക്കള് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം കല്ലെറിയാൻ ഒരവസരം കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ കമ്മികളും കൊങ്ങികളും സൂടാപ്പികളും ഒക്കെ. അതിനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായാലും നിങ്ങൾ എത്രയൊക്കെ വിമർശിച്ചാലും വി മുരളീധരൻ എന്ന ഭാരതീയ ജനതാ പാർട്ടിയിലെ അതികായകനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹം നല്ല വ്യക്തിയാണെന്ന് 100-110% വിശ്വസിക്കുന്നു. വർഗീയത മാത്രമല്ല, ജാതീയതയും തുലയട്ടെ, എല്ലാവരും സമന്മാരായിട്ട് നമ്മുടെ കേരളത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ. കട്ടേല അംബേദ്കർ റെസിഡൻസി സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ നേരുന്നു. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ടുടൻ വരുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.